നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് ലാപ്ടോപ്പ് ആണല്ലോ. ലാപ്ടോപ്പ് ആണ്, പക്ഷേ ഈ ഗിഫ്റ്റ് നിനക്കുള്ളതല്ല, നിന്റെ അനിയൻ നിഖിലിനുള്ളതാ. ആ, വേറൊരു ഗിഫ്റ്റ് നിന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. 1,00,000 രൂപ. ആ പണം കൊണ്ട് പൊട്ടിപ്പോയ ലാപ്ടോപ്പ് മാറ്റി പുതിയൊരെണ്ണം വാങ്ങി ആ പ്രൊഫസർക്ക് കൊടുക്കുക. ഞാനിങ്ങനെ ജീവനോടെ ഇരിക്കുമ്പോ എന്റെ അളിയൻ കണ്ട പ്രൊഫസർമാരുടെ കയ്യിൽ നിന്ന് ഔദാര്യമായി വാങ്ങിയ ലാപ്ടോപ്പ് വെച്ച് പഠിക്കുന്നത് ശരിയാണോ? അല്ല, ഗൗതം ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? ഏത് പ്രൊഫസറുടെ ലാപ്ടോപ്പ് പൊട്ടിയ കാര്യമൊക്കെ? ആ, അത് മീറ്റിംഗിൽ ഇരുന്നപ്പോ എന്റെ 6th സെൻസ് ഇങ്ങനെ ഉണർന്നിരുന്ന് പ്രവർത്തിച്ചു. അപ്പൊ എന്റെ ഉൾക്കാഴ്ചയിൽ പ്രൊഫസറുടെ ലാപ്ടോപ്പ് പൊട്ടുന്നത് ഞാൻ കണ്ടു. പതുക്കെ പതുക്കെ സത്യങ്ങള് എനിക്ക് വെളിപ്പെട്ടു വന്നു. തമാശ പറയല്ലേ, എങ്ങനെ അറിഞ്ഞു എന്ന് പറ. നിഖിൽ എങ്ങനെ വിളിച്ചു പറഞ്ഞോ? അല്ല, അവൻ വിളിക്കാൻ വഴിയൊന്നുമില്ലല്ലോ. പണത്തിന് ആവശ്യം വന്നാൽ ഉടൻ എന്നോട് ചോദിക്കാതെ സ്വർണ്ണം എടുത്ത് പണയം വെക്കാൻ പോകുന്നത് നല്ല ശീലമാണോ? എന്തു പറ്റി? ഗൗതം, ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് പറയൂ പ്ലീസ്. പറയില്ല. അയ്യോ പ്ലീസ് ഗൗതം, ഒന്ന് പറയൂ. ആരാ ഇതൊക്കെ പറഞ്ഞത്? അതെ, ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ നിഖിലിന്റെ കോൾ വന്നത്. അതെ. ആ, എന്റെ കോള് ഹോൾഡ് ചെയ്ത് നിഖിലിന്റെ കോള് അറ്റൻഡ് ചെയ്യുമ്പോ മെർജായി, കോൺഫറൻസ് കോളായി. സംഗതി നിങ്ങൾ സംസാരിക്കുന്ന എല്ലാം ഞാൻ കേട്ടു. എന്തായാലും സ്വർണം പണയം വെച്ച് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുക്കാൻ പോയത് വളരെ മോശമായിപ്പോയി. എന്നോട് പറയാൻ പാടില്ലായിരുന്നു നിനക്ക്. സോറി ഗൗതം, ഞാൻ പറഞ്ഞേനെ. അപ്പോ ഉള്ള ഓരോരോ തിരക്കുകൾക്കിടയിൽ അതും കൂടി പറഞ്ഞ് ഗൗതമിനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി, അത്രേ ഉള്ളൂ. സോറി. നിന്റെ സഹോദരന്റെ പഠിപ്പെന്ന് പറയുന്നത് എന്റെയും കൂടി ഉത്തരവാദിത്വം. അതെങ്ങനെയാ നിധി എനിക്കൊരു ബുദ്ധിമുട്ടാവുന്നത്? ഐ എം റിയലി സോറി ഗൗതം. ഓക്കെ, സാരമില്ല. നാളെ തന്നെ ഈ ലാപ്ടോപ്പ് നിഖിലിന് കൊണ്ട് കൊടുക്കുക. ഇത് കിട്ടുമ്പോ അവൻ എന്തുമാത്രം സന്തോഷാവുന്നറിയോ? നാളെ രാവിലെ തന്നെ ഈ ലാപ്ടോപ്പുമായി ഞാൻ അവിടെ പോയി അവനിത് കൊടുക്കുകയും ചെയ്യും. ചേട്ടാ, നിഖിലേ, നിഖിൽ. നിഖിലേന്ന് ആരോ വിളിച്ച പോലെ തോന്നി, പക്ഷെ മോളാണെന്ന് കരുതിയില്ല. ചന്ദ്രികേ, നിഖിൽ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ഇവിടേക്ക് വരാൻ തന്നെ ഇറങ്ങിയതാണോ അതോ കയ്യില് കവറൊക്കെ ഇരിക്കുന്നു? എന്തത്? അതൊക്കെ ഉണ്ട്, പറയാം. പോന്നു. ഇപ്പൊ വന്ന് കേറിയുള്ളൂ അമ്മേ. ഇതെന്താ തുറന്നു നോക്കി? എന്താ ചെയ്ത്? തുറന്ന് നോക്കടാ അങ്ങോട്ട്. ഇതൊരു ലാപ്ടോപ്പ് അല്ലേ? വെറും ലാപ്ടോപ്പ് അല്ല, ഹൈ എൻഡ് മോഡലാ. നല്ല റേറ്റ് ഉണ്ട് ഇതിന്. നിഖിലേ, ഇത് ഗൗതം നിനക്ക് വേണ്ടി വാങ്ങിച്ചതാ. ഇഷ്ടായോ നിനക്ക്? ഇഷ്ടമായെന്നോ? എന്ത് ചോദ്യം ചെയ്ത്? സൂപ്പർ, താങ്ക് യു ചേച്ചി. മിടുക്കുള്ള പെമ്പിള്ളാര് ഇങ്ങനെയാ. കണ്ടു പഠിക്ക്. നല്ല ക്യാഷുള്ള വീട്ടിലെ ആമ്പിള്ളേരെ വളച്ചെടുത്ത് താലി കെട്ടിയാ മാത്രം പോരാ, തരാതരം പോലെ ഇങ്ങനെ പിഴിയാനും പഠിക്കണം. എടാ നിഖിലെ, നിന്റെ അക്കൗണ്ടിലേക്ക് 1,00,000 രൂപ ഇട്ടിട്ടുണ്ടേ. ആ പ്രൊഫസറുടെ പൊട്ടിപ്പോയ ലാപ്ടോപ്പില്ലേ, അതിന് പകരം വേറൊരെണ്ണം വാങ്ങിക്കൊടുത്താൽ മതി. ആ
ആ മോഡലിന് എത്ര രൂപയാവുമെന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടേ ഇനിയിപ്പോ പണം തികഞ്ഞില്ലെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാ മതി, ബാക്കി ഞാൻ ഇട്ടുതരാം. ഒരു 2-3 ലക്ഷം രൂപയും കൂടി ഇട്ട് കൊടുക്കായിരുന്നില്ലേ? പിന്നെ വിളിക്കാനും പറയാനും നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ആ ശരിയാ, മണ്ടത്തരാ ഞാൻ കാണിച്ചത്. എടാ നിഖിലേ, നിനക്ക് ഞാൻ കുറച്ച് പണം കൂടി ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്ത് തരാം. ഐ വാസ് ജസ്റ്റ് ജോക്കിംഗ് നിധി. ഒരു തമാശ പറഞ്ഞല്ലേ ഞാൻ. നിന്റെ തമാശ പറച്ചിലൊക്കെ മതിയാക്കിയേക്ക്. ഇവിടെ എന്താ നടന്നതെന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ പ്രൊഫസറുടെ ലാപ്ടോപ്പ് പൊട്ടിച്ചത് നീ തന്നെയല്ലേ? ദേ നിധി, വഴിയെ പോകുന്ന വയ്യാവേലിയൊക്കെ പൊക്കിയെടുത്ത് എന്റെ മോളുടെ തലയിൽ വെക്കാൻ ശ്രമിക്കണ്ട. ശിവാനി ലാപ്ടോപ്പ് പൊട്ടിക്കുന്നത് നീ കണ്ടോ? ചേടാ, ഇതിപ്പോ ഏത് ആഘോഷം വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലാന്ന് പറയുന്ന പോലെ ആയല്ലോ. എന്ത് സംഭവിച്ചാലും കുറ്റം ഞങ്ങൾക്ക്. മതി, ഇനി അതി പിടിച്ച് കയറാൻ നിൽക്കണ്ട. ആരോ കൊടുത്ത ലാപ്ടോപ്പ് സൂക്ഷിക്കാൻ അറിയാതെ പൊട്ടിപ്പോയതിന് എന്നെ പറയുന്നത് അച്ഛനും കേട്ടതല്ലേ? എന്നിട്ട് ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ അച്ഛന് തോന്നിയോ? അല്ലെങ്കിൽ വല്ലവന്റെ ലാപ്ടോപ്പ് പൊട്ടിച്ചിട്ട് എനിക്കെന്ത് കിട്ടാനാ? അതെ, കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നീ എന്നെ ദ്രോഹിക്കാൻ നോക്കി. അതെന്ത് ലാഭത്തിന് വേണ്ടിയായിരുന്നു? ഈശ്വരമംഗലത്ത് വെച്ച് നിനക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ദ്രോഹങ്ങൾ നീ എന്റെ അടുത്ത് ചെയ്തു. എന്നിട്ടും നിന്നോട് ഞാൻ ക്ഷമിച്ചത് ഈ നിൽക്കുന്ന അമ്മാവനെ ഓർത്ത് മാത്രം. അതെനിക്കറിയാം മോളെ. അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്തോണ്ടാവും ശിവാനി അവിടുന്ന് ഒഴിവാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ഓ, അമ്മാവന്റെ സർട്ടിഫിക്കറ്റ് കൂടി ആയപ്പോ മരുമക്ക് സന്തോഷായിട്ടുണ്ടാവും. കേട്ടല്ലോ നിന്റെ അച്ഛന് നിന്നെ കുറിച്ചുള്ള അഭിപ്രായം. ഇനി എന്തോ കാണാനാണ് ഇവിടെ നിൽക്കുന്നേ? നടക്കങ്ങോട്ട്. സത്യം പറഞ്ഞാൽ ചേച്ചി ഇങ്ങോട്ട് വരുന്നത് പോലും അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമല്ലേ ചേച്ചി? അതിനാ വന്നു കയറിയ ഉടനെ അവര് വഴക്കുണ്ടാക്കിയത്. എന്നും ഇങ്ങനെ പിന്നെ ചേച്ചി ഇങ്ങോട്ട് വരില്ലല്ലോ. എത്ര വഴക്കുണ്ടാക്കിയാലും ഞാൻ വരും. നിങ്ങളെ മൂന്നുപേരെ എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. എല്ലാം ശരിയാവും മോളെ, നീ വിഷമിക്കാതിരിക്കുക. മോളെ, നാളെ ഞാൻ ഈശ്വരമംഗലത്തേക്ക് വരാനിരുന്നതാ. എന്തായാലും നീ ഇങ്ങോട്ട് വന്നല്ലോ. എന്താ അമ്മേ കാര്യം? അത് കാര്യമുണ്ട് മോളെ. ഇവിടെ വെച്ച് പറയേണ്ടതല്ല, അത് നേരിട്ട് പറയേണ്ടതാ. നേരിട്ട് പറയേണ്ടത് നേരിട്ട് തന്നെ പറയണമല്ലോ, അല്ലേ? നാളെ ചന്ദ്രിക അങ്ങോട്ട് വരും. ഷടാ, ഇതെന്താ ഒരു സസ്പെൻസ്? തൽക്കാലം എന്തിനാ വരുന്നെന്ന് നീയും അവിടെ വന്നിട്ട് അറിഞ്ഞാ മതി.